മകളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത് ബോൾസാനോ വെയ്സ്റ്റസ് തിയറം വരെയാണ്. ഇനി അടുത്ത തിയറം 3.4.9 പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ സബ് സീക്വൻസും എക്സ് എന്ന പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ സീക്വൻസ് തന്നെ അതിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗിവൺ സീക്വൻസ് ബൗണ്ടഡ് ആണ് ആൻഡ് every subsequence of that sequence converges to a fixed point x. എങ്കിൽ ആ എക്സ് തന്നെയാണ് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫോർ പ്രൂവിങ് ദിസ് വി കൺസിഡർ അവർ സീക്വൻസ് വിച്ച് ഈസ് ബൗണ്ടഡ്. അപ്പോൾ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ട് ആൻഡ് അസ്യൂം ദാറ്റ് എവരി സബ്സീക്വൻസ് കൺവേർജസ് ടു ദാറ്റ് ഫിക്സഡ് പോയിൻറ്റ് സ്മോൾ എക്സ്. ഇപ്പോൾ എക്സ് ഇവിടെ റിയൽ നമ്പറാണെന്ന് നോക്കുക. ഓക്കെ, ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് സ്മോൾ എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് എൻ അല്ലെങ്കിൽ ലിമിറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി എക്സിലേക്ക് പോകുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് കോൺട്രറി അസംഷനാണ്, ഒരു കോൺട്രഡിക്ഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒരാൾ എക്സിലേക്ക് പോകുന്നില്ലെങ്കിൽ ഒരു തിയറം 4.4 നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതോ ഒരു സബ്സീക്വൻസ് അതിൽ നിന്ന് അകന്നു പോകും. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ ആൻഡ് എ സബ്സീക്വൻസ് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ സാറ്റിസ്ഫൈസ് മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ കെ എലമെൻറ്റ് ഓഫ് എൻ. അതായത് ഒരു സബ്സീക്വൻസിലെ ടേംസ് ഈ എക്സിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രത്യേകം ഓർക്കുക, എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന സബ്സീക്വൻസ് എക്സ് ഡാഷും എന്ത് തന്നെയായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എക്സ് ഡാഷ് ബൗണ്ടഡ് ആയതുകൊണ്ട് ബോൾസാനോ വെയ്സ്റ്റസ് തിയറം പ്രകാരം ഇറ്റ് ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ്. അതിന് ഞാൻ എക്സ് ഡബിൾ ഡാഷ് എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ എക്സ് ഡാഷിൻ്റെ മോനാണ് എക്സ് ഡബിൾ ഡാഷ്. എക്സ് ഡബിൾ ഡാഷ് കൺവേർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എക്സ് ഡാഷിൻ്റെ മോനാണ് എക്സ് ഡബിൾ ഡാഷ് എങ്കിലും എക്സ് ഡബിൾ ഡാഷും എക്സിൻ്റെ മോൻ കൂടിയാണ്. കാരണം സീക്വൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എക്സ് ഡാഷ് ക്രിയേറ്റ് ചെയ്തത് എക്സിലെ പോയിൻറ്റ്സിൽ നിന്നാണ്, എക്സ് ഡബിൾ ഡാഷ് ക്രിയേറ്റ് ചെയ്തത് എക്സ് ഡാഷിലെ പോയിൻറ്റ്സിൽ നിന്നാണ്. അതിനർത്ഥം എക്സ് ഡബിൾ ഡാഷിലെ പോയിൻറ്റ്സ് എല്ലാം ക്യാപിറ്റൽ എക്സിൽ നിന്ന് വന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഡബിൾ ഡാഷും എന്തായി മാറുന്നു? എ സബ്സീക്വൻസ് ഓഫ് ക്യാപിറ്റൽ എക്സ്. പക്ഷേ നമ്മുടെ അസംഷനിൽ എന്താ പറഞ്ഞത്? എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യുന്ന പോയിൻറ്റ് സ്മോൾ എക്സ് ആണ്. സോ എക്സ് ഡബിൾ ഡാഷിൻ്റെ ലിമിറ്റ് സ്മോൾ എക്സ് ആയിരിക്കും. ഇവിടെ കൺവേർജൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലിമിറ്റ് എന്താണെന്നും കിട്ടി? സ്മോൾ എക്സ് ആണെന്നും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഡബിൾ ഡാഷ് കൺവേർജസ് ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡാഷിലുള്ള ടേംസ് ഒക്കെ എക്സ് ഡാഷിലെ ടേംസ് ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ ടേംസിൻ്റെ കണ്ടീഷൻ, അതായത് അത് സ്മോൾ എക്സിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി എക്സ് ഡബിൾ ഡാഷിലുള്ളവർ മുഴുവനും എക്സ് ഡാഷിനുള്ളിലുള്ളവരാണ്. അപ്പോൾ അതിനർത്ഥം എക്സ് ഡബിൾ ഡാഷിലെ ടേമുകളും എക്സിൽ നിന്ന് അകന്നു പോകും. അകന്നു പോയാൽ ഒരിക്കലും കൺവേർട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് എക്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ 1 ഒരു കോൺട്രഡിക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ 1 കോൺട്രഡിക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ അസംഷൻ തെറ്റാണ്. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ദോർഫോർ അവർ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് ഈസ് ആൾസോ കൺവേർജസ് ടു എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡുമാണ്, എല്ലാ സബ്സീക്വൻസും സ്മോൾ എക്സ് എന്ന പോയിന്റിലേക്ക് പോയാൽ ഗിവൺ സീക്വൻസ് തന്നെ അതിലേക്ക് പോകും. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സബ്സീക്വൻസ് എന്ന് പറയുന്നതിന് പകരം സബ്സീക്വൻസ് ഓഫ് എക്സ് കൺവേർജസ് ടു എക്സ് അല്ലേ, എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കയറുകയാണ് കോഷി ക്രൈറ്റീരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ആദ്യം എന്താണ് കോഷി സീക്വൻസ് എന്ന കൺസെപ്റ്റിലേക്കാണ് കയറുന്നത്. ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സ് എന്നിനെ കോഷി എന്ന് പറയാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഹാസ് എ മാനിയ, സൂയിസൈഡ് മാനിയ എന്നാണ് പറയുക. അതായത് കൺവേർജ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള സീക്വൻസുകൾ. ഈ ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടേമുകൾ അവസാനം ആവുമ്പോൾ ടേമുകൾക്കുള്ള ഇടയിലുള്ള ഗ്യാപ്പ് കുറയുന്നതാണ്. ഓക്കെ, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് ഡെഫിനിഷൻ. ദാറ്റ് മീൻസ് എ സീക്വൻസ് എക്സ് എൻ ഈസ് ടു ബി കോഷി ഇഫ് for every epsilon, for every positive quantity, you can find out a natural number k such that mod xn minus xm less than epsilon for all n, m greater than or equal to k of epsilon.
അതായത് ഏത് സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താലും അതിന് പർട്ടിക്കുലർ ആയിട്ടൊരു നമ്പർ നാച്ചുറൽ നമ്പർ കെ കിട്ടുകയും ആ ടേമിന് ശേഷം വരുന്ന, അതായത് ഇപ്പോൾ കെ = 10 ആണെങ്കിൽ 10th ടേമിന് ശേഷമുള്ള ഏത് 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസും എപ്സിലോണിനേക്കാൾ കുറവാണ്. അതിനർത്ഥം ഈ ടേമുകൾ ദൂരെ അങ്ങ് എൻഡിലേക്ക് പോകും തോറും അവർ തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനർത്ഥം അവർക്ക് എവിടേക്കോട്ട് എൻഡ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടെന്നാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത് എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കോഷി ആണെന്നാണ്. അല്ല, എല്ലാ സൂയിസൈഡ് ചെയ്തവരും സൂയിസൈഡ് ചെയ്യാൻ മാനി ഉണ്ടെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ xn ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ്, ദെൻ ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ സീക്വൻസ് xn ഈസ് എ കോഷി സീക്വൻസ്, convergent sequence of real numbers and it converges to a fixed point x എന്ന പോയിന്റിലേക്ക് പോകുന്നു. അതിനർത്ഥം ലിമിറ്റ് സ്മോൾ x ആണ്. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഗിവൺ സീക്വൻസ് കോഷിയാണെന്ന്. കോഷിയാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കോഷിയുടെ ഡെഫിനേഷനിൽ ഒരു എപ്സിലോണും കെയും വേണം. അതിനുവേണ്ടി ലെറ്റ് എപ്സിലോൺ > 0 എന്ന് എടുത്തു. പക്ഷേ x n → x ആയതുകൊണ്ട് ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ പ്രകാരം there is a natural number k of epsilon element of n such that mod xn - x less than epsilon/2. എപ്സിലോൺ ഉപയോഗിക്കുന്നതിന് പകരം epsilon/2. യൂണീക്ക്നെസ് തിയറത്തിൻ്റെ ഒരു ടെക്നിക്കാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എവരി n > k of epsilon/2, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേ കാര്യം n എന്ന് എഴുതിയ പൊസിഷന് പകരം m എഴുതിയാലും കിട്ടും. ദാറ്റ് മീൻസ് mod xm - x is less than epsilon/2 ഫോർ എവരി m > k of epsilon/2. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. mod xn - xm equal to adding and subtracting the term small x and apply the triangle inequality. We get that value less than or equal to mod xn - x plus mod x - xm. ഓക്കെ, പക്ഷേ രണ്ട് വാല്യൂ എന്തുതന്നെയാണ്? ലെസ് ദാൻ epsilon/2 ആണ്. ഫ്രം ഇക്വേഷൻ മുകളിലുള്ള രണ്ട് ഇക്വേഷൻ 1ഉം 2 എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷനിൽ നിന്നും കിട്ടുന്നു. epsilon/2 ആഡ് ചെയ്തു, we get equal to epsilon for every m, n greater than or equal to k of epsilon. അപ്പോൾ കിട്ടിയത് എന്താ? mod xn - xm അല്ലെങ്കിൽ xm - xn less than epsilon for r m, n greater than or equal to k of epsilon. അപ്പോൾ നമ്മുടെ സീക്വൻസ് കോഷി സീക്വൻസ് ആണ്. അപ്പോൾ എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കോഷി ആയിരിക്കും. ഇനി നെക്സ്റ്റ് തിയറം പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആണെന്നാണ്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും ബൗണ്ടഡ് ആണെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ കോഷി സീക്വൻസും ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഞാൻ സപ്പോസ് ചെയ്തു അവർ സീക്വൻസ് ഈസ് കോഷി ബൈ ദ ഡെഫിനിഷൻ. അതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്കറിയാം. എന്താ കണ്ടീഷൻ? ഫോർ എവരി epsilon > 0 there exists a natural number k of epsilon such that mod xn - xm less than epsilon for all n, m greater than or equal to k of epsilon. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അപ്പോൾ ഇത് kth ടേമുകൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എമ്മിനും എന്നിനും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ m = k ഇൻ ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? mod xn - xm xk less than epsilon for every n greater than or equal to k of epsilon. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയിലെ ഒരു കൊറോളറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ സെമസ്റ്ററിൽ തന്നെ. അത് മോഡുലസ് ഓഫ് mod a - mod b less than or equal to mod a - b എന്നുള്ളത്. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് പറയുന്നിടത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ആ തിയറം നോക്കി അറിയാം. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്റർ സീക്വൻസിൽ തന്നെ തുടക്കത്ത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ mod xn less than or equal to mod xk plus epsilon for all n greater than or equal to k of epsilon. ഓക്കെ, അതായത് kth ടേമുള്ള എല്ലാ ടേമുകളുടെയും വാല്യൂ mod xk plus epsilonേക്കാൾ കുറവാണ്. അപ്പോൾ എപ്സിലോൺ ഏതെടുത്താലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് epsilon = 1 കൊടുത്താലും അത് കിട്ടും. അതിനർത്ഥം mod xk plus 1നേക്കാൾ കുറവാണ് kth ടേമിന് ശേഷമുള്ള എല്ലാതിൻ്റെയും മോഡുലസ് വാല്യൂ. അങ്ങനെയാണ് ഞാൻ തൊട്ട് മുന്നിലുള്ള ടേമുകളുടെ മോഡ് എടുത്തു. mod x1 mod x2 എക്സെട്ര mod xk - 1. കൂടാതെ ബാലൻസ് എല്ലാവരും mod xk plus 1നേക്കാൾ കുറവാണ്. സോ ടേക്ക് ദ മാക്സിമം ഓഫ് ദാറ്റ് വാല്യൂസ്, പുട്ട് ഇറ്റ് എസ് ക്യാപിറ്റൽ M. അങ്ങനെയാണെങ്കിൽ എല്ലാ വാല്യൂവും ആരേക്കാൾ കുറവായിരിക്കും? എമ്മിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് മീൻസ് mod xn less than or equal to capital M for all n. അതിനർത്ഥം ഈ സീക്വൻസിലെ എല്ലാ ടേമുകളും ഈ മോഡുലസ് വാല്യൂ എമ്മിനേക്കാൾ കുറവാന്ന് പറഞ്ഞാൽ -m ലോവർ ബോണ്ടും ക്യാപിറ്റൽ M അപ്പർ ബോണ്ടുമായി മാറുന്നു. അപ്പോൾ അപ്പർ ബോണ്ടും ലോവർ ബോണ്ടും ഉള്ളതുകൊണ്ട് അത് ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കോഷി സീക്വൻസും ബൗണ്ടഡ് ആണെന്ന് പറയും. ഇതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്, കോഷി ക്രൈറ്റീരിയൻ.
അതായത് ഒരാൾ കൺവേർജൻ്റ് ആണെങ്കിൽ കോഷി ആയിരിക്കും, കോഷി ആണെങ്കിൽ കൺവേർജൻ്റ് ആയിരിക്കും. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറമാണ്. A sequence of real number is Cauchy if and only if it is convergent, അല്ലെങ്കിൽ a sequence of real number is convergent if and only if it is Cauchy. ഓക്കെ, അതാ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ കോഷി ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്, കൺവേർജൻ്റ് ആണെങ്കിൽ കോഷിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ട് മുന്നിലെ തിയറം പറഞ്ഞു കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് കോഷിയാണെന്ന് 3.5.3 പ്രകാരം. അപ്പോൾ ഒരു പാർട്ട് ഡയറക്റ്റ് കിട്ടുന്നു. കോൺവേഴ്സ് പാർട്ടിൽ ഞാൻ അസ്യൂം ചെയ്തു ഗിവൺ സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. പക്ഷേ തൊട്ട് മുന്നേ 3.5.4 പ്രകാരം ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എൻ ബൗണ്ടഡ് സീക്വൻസ് ആണ് കിട്ടി. ഇനി ബോൾസാനോ വേഴ്സസ് തിയറം ബൗണ്ടഡ് സീക്വൻസിൽ അപ്ലൈ ചെയ്താൽ ഈ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് എക്സ് എൻ സേ ക്യാപിറ്റൽ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ ആർ വിച്ച് ടെൻസ് ടു സ്മോൾ എക്സ്. കൺവേർജൻ്റ് ആയതുകൊണ്ട് ആ ലിമിറ്റ് കൂടി എഴുതി. ഇനി ഞാൻ പറയുന്നത് ഈ സബ് സീക്വൻസ് പോയിട്ടുള്ള ആ എക്സിലേക്ക് തന്നെ ഗിവൺ സീക്വൻസ് പോകുന്നു എന്ന് പറയുന്നു. അതിനർത്ഥം ഗിവൺ സീക്വൻസ് കൺവേർജൻ്റ് ആവുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എപ്സിലോൺ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എക്സ് ആൻഡ് കോഷി ആയതുകൊണ്ട് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഒരു പ്രത്യേക ടേമിന് ശേഷമുള്ള വാല്യൂസിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എപ്സിലോണിന് പകരം ഇവിടെ എപ്സിലോൺ ബൈ 2 യൂസ് ചെയ്തു. അതിനർത്ഥം മോഡ് എക്സ് എൻ മൈനസ് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ. ഇനി എക്സ് എൻ ആർ ടെൻസ് ടു എക്സ് ആണ്. അതിൽ ഡെഫിനേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് വേറൊരു നമ്പറാണ് k1 ഓഫ് എപ്സിലോൺ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ ആർ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ഓഫ് എപ്സിലോൺ. ഈ k1ൻ്റെയും k-യുടെയും മാക്സിമം ആണ് എച്ച് എങ്കിൽ എച്ചിന് വേണ്ടി ഇക്വേഷൻ 1ഉം 2ഉം വർക്ക് ചെയ്യും. അതിനർത്ഥം മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ മോഡ് എക്സ് എൻ ആർ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2വിനകത്ത് എൻ ആർ എച്ച് കൊടുത്താലും വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എച്ച് എൻ ആറിന് എച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 2 എന്തായി മാറും? മോഡ് എക്സ് എച്ച് മൈനസ് എക്സ് നൗ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 കിട്ടും. ഇക്വേഷൻ 1ൽ ഞാൻ എമ്മിന് എച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? മോഡ് എക്സ് എൻ മൈനസ് എക്സ് എച്ച് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എന്ന് കിട്ടും. ഇനി ട്രയാങ്കിൾ ഇനി കൂടി എടുക്കാൻ പോവാണ്. നൗ കൺസിഡർ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ ടേം എക്സ് എച്ച്. ട്രയാങ്കിൾ ഇനി കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് എച്ച് പ്ലസ് എക്സ് എച്ച് മൈനസ് എക്സ്. അപ്പോൾ തൊട്ട് മുകളിൽ രണ്ട് കേസും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. രണ്ടാമത്തെ കേസ് ആണെങ്കിൽ ഒന്നാമത്തെ കേസ് ഇതിനകത്ത് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ കിട്ടും. Therefore mod xn minus x is less than epsilon for every n greater than or equal to h of epsilon. അതിൻ്റെ ഡെഫിനേഷനാണ് കൺവേർജൻറ്റിൻ്റെ ഡെഫിനേഷനാണ്. Therefore xn tends to x. Therefore our sequence is convergent എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്.